നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദ്രാവിഡ രാഷ്ട്രീയത്തിൽ DMKയുടെ പതനത്തോടുകൂടി ഒരു പ്രാദേശിക രാഷ്ട്രീയത്തിന്, ഭാഷാ രാഷ്ട്രീയത്തിന് കൂടി അന്ത്യം സംഭവിക്കുകയാണ്. ഇത്രയേറെ സങ്കുചിതവാദം ഉയർത്തിപ്പിടിച്ച മറ്റൊരു രാഷ്ട്രീയം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ മറ്റൊന്നുണ്ടാകില്ല. അത്രമേൽ മലീമസമായ രീതിയിലാണ് DMK തമിഴ്നാടിനെ അടക്കി ഭരിച്ചത്. അതൊരിക്കലും ഭാരതത്തിനോടൊപ്പം ചേർന്നു നിൽക്കുന്നതല്ല. ഭാരതത്തിൽ നിന്ന് ഭിന്നിച്ചു മാറി നിന്നുകൊണ്ട് ഇതൊരു രാജ്യമാണ് എന്ന രീതിയിലാണ് DMK തമിഴ്നാടിനെ മുന്നോട്ട് നയിച്ചത്. DMKയുടെ രാഷ്ട്രീയം ഏറെ നാൾ അവിടെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ പഴയ തമിഴ് സങ്കുചിതവാദത്തെയും തമിഴ് രാഷ്ട്രവാദത്തിനു വേണ്ടിയിട്ടായിരിക്കും അത് വഴി തുറന്നു കൊടുക്കുക. അതിനെയൊക്കെയും അമർച്ച ചെയ്തുകൊണ്ടാണ് ഇതാ ഇപ്പോൾ വിജയുടെ രാഷ്ട്രീയം, TVKയുടെ രാഷ്ട്രീയം അവിടെ ഭരിക്കുവാൻ പോകുന്നത്. ജൻസി രാഷ്ട്രീയത്തിലേക്ക് കളം മാറ്റി ചവിട്ടുന്ന തമിഴ്നാട്ടിൽ ഒരു പുത്തൻ താരോദയവും കൂടി ഉടനടി തന്നെ ഉണ്ടാകും. അത് അണ്ണാമലയുടെ രാഷ്ട്രീയമാണ്. അണ്ണാമലയെ ഈ തെരഞ്ഞെടുപ്പിൽ, പുത്തൻ രാഷ്ട്രീയം എന്ന് പറഞ്ഞത് വിജയ് പോകുന്നതോടുകൂടി അവിടെ ഭരിക്കാൻ പോകുന്നത് അണ്ണാമലയാണ് എന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ അണ്ണാമലൈ പുതിയ സ്ഥാനാർത്ഥിയാണെന്നോ അല്ലെങ്കിൽ പുതിയ രാഷ്ട്രീയത്തിൻ്റെ പങ്കാളിയാണെന്നോ പുതിയ രാഷ്ട്രീയക്കാരനാണെന്നോ അല്ല, പുതിയ നേതാവാണെന്നോ അല്ല. അവിടെ വിജയ് അരങ്ങൊഴിയുമ്പോൾ തീർച്ചയായും അണ്ണാമലൈ അവിടെ ഭരണത്തിൽ വരും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. മുഖ്യമന്ത്രി അടുത്തത് അണ്ണാമലൈ തന്നെയാണ്, അല്ലാതെ മറ്റാരുമല്ല. കാരണം ദ്രാവിഡ രാഷ്ട്രീയത്തിൽ നിന്ന് BJPയുടെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഒരു കളം മാറ്റത്തിന് വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇത്തവണ കൂടി അണ്ണാമലൈ പരാജയപ്പെട്ടാൽ അത് ഒരിക്കലും ഒരു കാരണവശാലും അതൊരു നല്ല സിഗ്നലേ അല്ല. അത് മനസ്സിലാക്കിയ BJP, അത് മനസ്സിലാക്കിയ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നേതൃത്വം അണ്ണാമലയെ മറ്റു ദൗത്യങ്ങളെ ഏൽപ്പിക്കുകയായിരുന്നു. അണ്ണാമലൈ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് എന്നത് അത് അവിടുത്തെ സാധാരണ തമിഴ് പൊളിറ്റിക്സ് പോലെയോ തമിഴ് രാഷ്ട്രീയം പോലെയുമല്ല. വളരെ ദീർഘവീക്ഷണമുള്ള ഒരു നേതൃനിരയെ ഉണ്ടാക്കിയെടുക്കുവാൻ കഷ്ടപ്പെടുന്ന ആളാണ് അണ്ണാമലൈ. അവിടെ ഉണ്ടായിരുന്നതിൽ വെച്ച ഏറ്റവും പ്രഗത്ഭനായ രാഷ്ട്രീയ നേതാവാകേണ്ടതാണ്. തമിഴ് രാഷ്ട്രീയത്തിൻ്റെയൊക്കെയും സമുന്നതമായ പുരോഗതിക്ക് വേണ്ടിയിട്ട് നിരന്തരമായ പ്രവർത്തനം നടത്തേണ്ട ആളാണ്. അണ്ണാമലയിലൂടെയാണ് ഇനി ഒരു പുതിയ തമിഴ് രാഷ്ട്രീയം ഉണ്ടാകാൻ പോകുന്നത്. ഒരു പുതിയ വികസന പാതയിലേക്ക് തമിഴ്നാട് എത്തിപ്പെടുവാൻ പോകുന്നത്. അതിനുള്ള ഒരു ചെറിയ ഇടവേള മാത്രമാണ് വിജയിലൂടെ അവിടെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പലർക്കും സംശയം തോന്നാം, പലരും നെറ്റിച്ചുളിച്ചേക്കാം. പക്ഷേ അതാണ് യാഥാർത്ഥ്യം. അണ്ണാമലയിലൂടെ ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരവും പുതിയ വികസന പാതയും തമിഴ്നാട്ടിൽ ഉടൻ തന്നെ ഉണ്ടാകുമെന്നത് പരമാർത്ഥമാണ്. വളരെ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ നമുക്ക് പറയുവാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് അത്. ഇപ്പോൾ വിജയ് നടത്തുന്ന ഈ രാഷ്ട്രീയം, അല്ലെങ്കിൽ വിജയ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ രാഷ്ട്രീയം വിജയ്ക്ക് ഇരുവശങ്ങളിലും നിന്ന് നിയന്ത്രിക്കുന്നത് ജൻസികളാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ വലിയ പിടിപാടൊന്നുമില്ലാത്ത മനുഷ്യരാണ്. അവരുടെ നേതൃത്വത്തിന് വലിയ കരുത്തും കാമ്പുമൊന്നും ഉണ്ടാകില്ല. ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളൊക്കെ നടത്തിയതുപോലെ വളരെ ദുർബലമായി കുറച്ചുനാൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിനപ്പുറം തമിഴിൻ്റെ ഒരു ക്യാൻവാസ് വളരെ വലുതാക്കുവാനായിട്ട് വിജയ്ക്ക് സാധ്യമേ അല്ല. വിജയ് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള നേതാവുമല്ല. ഒരു ഫാൻസ് അസോസിയേഷനെ ഒരു രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റിയെടുത്തുകൊണ്ട് ഒരു രാഷ്ട്രീയ നേതാവായി, പിന്നെ ചില സിനിമകൾ, മെർസലടക്കമുള്ള ചില സിനിമകളിൽ മാത്രം ചില രീതിയിലുള്ള പരാമർശങ്ങൾ, അത് തന്നെ പമ്പര വിഡ്ഢിത്തങ്ങളായിരുന്നു. അത്തരത്തിലുള്ള പമ്പര വിഡ്ഢിത്തങ്ങൾ ചേർന്ന സിനിമകളിൽ നായകനായി അഭിനയിച്ചിട്ടുണ്ട് എന്നതൊഴിച്ചു നിർത്തിയാൽ വിജയ്ക്ക് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാരമ്പര്യവുമില്ല. അങ്ങനെ രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത വിജയ് തൻ്റെ ഫാൻസ് അസോസിയേഷൻ്റെ കരുത്തോടുകൂടി ഭരണത്തിലെത്തുമ്പോൾ ആ ഭരണം അധിക നാളൊന്നും നീണ്ടു നിൽക്കുവാൻ പോകുന്നില്ല. കാരണം അവർക്ക് ദീർഘവീക്ഷണമില്ല, മറ്റ് ചിന്താഗതികളൊന്നുമില്ല, മറ്റ് ആശയങ്ങളുമില്ല. ഇങ്ങനെ ആശയങ്ങളൊന്നുമില്ലാത്ത ഈ പ്രസ്ഥാനം അധിക നാൾ തമിഴ്നാട്ടിൽ വാഴുവാൻ സാധിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പോൾ വിജയ്ക്കെതിരെ അണ്ണാമലയെ മത്സരിപ്പിക്കാത്തത്, അണ്ണാമല ഇപ്പോഴും കൂടി പരാജയപ്പെട്ടാൽ തീർച്ചയായിട്ടും അത് ഒരു വലിയ ദോഷം ചെയ്യുന്ന ഒന്ന് തന്നെയായിരിക്കും. അതുകൊണ്ടാണ് അണ്ണാമലയെ മാറ്റി നിർത്തി മറ്റു പല ദൗത്യങ്ങളിലും. അണ്ണാമലൈ എന്ന മുൻ ഐ പി എസുകാരൻ ഒരു കാരണവശാലും ഒരു ചെറിയ വ്യക്തിയല്ല.
ഒരു സാധാരണക്കാരനായ രാഷ്ട്രീയക്കാരനല്ല, വളരെ ദീർഘവീക്ഷണമുള്ള ഇന്ത്യയിലെ തന്നെ നമ്പർ 1 രാഷ്ട്രീയക്കാരിൽ ഒരാളാണ്. അങ്ങനെയുള്ള അണ്ണാമലയെ വീണ്ടും വീണ്ടും പരാജയപ്പെടുത്തുവാനല്ല, ഇനി ഒരു തവണ കൂടി തമിഴ്നാട്ടിൽ കാലുകുത്തുമ്പോൾ അണ്ണാമലൈ അവിടുത്തെ മുഖ്യമന്ത്രിയായി മാറിയിരിക്കണം. ഇതാണ് BJPയുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ADMK കൂട്ടുപിടിച്ചെങ്കിലും ADMK പറയുന്ന ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് അവരുടെ കൂടെ നിൽക്കുന്നത്. പക്ഷേ ADMKയ്ക്കും വലിയ ആയുസ്സൊന്നുമില്ല. ADMK അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി ഏകദേശം ഈ DMKയുടെ അസ്തമയം പോലെ തന്നെ അസ്തമയത്തിലേക്ക് നീങ്ങും. അവിടെ ഒരു വലിയ ശൂന്യതയുണ്ടാകും. ആ ശൂന്യതയിലേക്കായിരിക്കും അണ്ണാമലൈ കയറി വരുന്നത്. അണ്ണാമലൈക്കുള്ള മണ്ണൊരുക്കുക മാത്രമാണ് ഇപ്പോൾ വിജയ് ചെയ്യുന്നത്. വിജയുടെ ഈ ജെൻസി രാഷ്ട്രീയം അല്ലെങ്കിൽ ഈ പുതുതലമുറ ഏറ്റെടുത്ത രാഷ്ട്രീയം, പുതുതലമുറയിൽപ്പെട്ട പല വ്യക്തികളുമാണ് അവരുടെ വീടുകളിലുള്ള രക്ഷകർത്താക്കളെ കൊണ്ട് വിജയ്ക്ക് വോട്ട് നൽകിയത്. പക്ഷേ ഒന്നും ചെയ്യുവാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ആ ആൾക്കാർ തന്നെ വിജയെ വെറുക്കുകയും വിജയെ അംഗീകരിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് മാറും. കാരണം കെടുതിയും ദാരിദ്ര്യവും ഒരു ജനതയും അംഗീകരിക്കില്ല. അതാണ് അവിടെ സംഭവിക്കുവാൻ പോകുന്നത്. പക്ഷേ ചില സഹതാപ തരംഗങ്ങൾ, പ്രത്യേകിച്ചും കരൂറിലൊക്കെ ഉണ്ടായ പോലത്തുള്ള സഹതാപ തരംഗങ്ങൾ, വിജയ് സിനിമയിൽ നടത്തിയ എണ്ണമറ്റ നീക്കങ്ങൾ, നിരവധി വർഷങ്ങൾ ഒരു സൂപ്പർ ഹീറോ പരിവേഷമുണ്ടായിരുന്ന വിജയ്ക്ക് അവർ ഒരു തമിഴക രാഷ്ട്രീയത്തിൻ്റെ പച്ചയിൽ, തമിഴക രാഷ്ട്രീയം എപ്പോഴും സിനിമാ സ്റ്റാറുകൾക്കൊപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയമാണ്, ആ രാഷ്ട്രീയത്തിൻ്റെ പച്ചയിൽ വിജയ്ക്ക് വോട്ട് നൽകി വിജയിപ്പിച്ചു എന്ന് മാത്രം. അതിനപ്പുറം ഒരു സാധ്യതയും വിജയിക്കില്ല എന്നുള്ളതാണ്. അതായത് ഈ 5 വർഷത്തിന് ശേഷം അണ്ണാമലൈ കാലുകുത്തുമ്പോൾ തീർച്ചയായും അണ്ണാമലൈ അവിടുത്തെ മുഖ്യമന്ത്രിയായിരിക്കും. മുഖ്യമന്ത്രിയായി മാറിയ അണ്ണാമലൈ എന്നത് BJPയുടെ മറ്റ് ഇതര ദേശങ്ങളിലുള്ളതുപോലെ, ഇതര സംസ്ഥാനങ്ങളിലുള്ളതുപോലെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി മാറും. അത്തരത്തിലുള്ള 2ാം നിര നേതാക്കന്മാരെ നിരവധിയായി BJP സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ അണ്ണാമലൈ, ഇനി മഹാരാഷ്ട്രയിൽ പോയാൽ ദേവേന്ദ്ര ഫട്നാവിസ്, അങ്ങനെ പല നേതാക്കന്മാർ, ആസാമിൽ പോയാൽ ഹിമന്ത ബിശ്വ ശർമ്മ, ബംഗാളിൽ പോയാൽ സുവേന്ദു അധികാരി, ഇങ്ങനെ എണ്ണമറ്റ നേതൃനിര BJP അവരുടെ 2ാം നിര നേതാക്കന്മാരായി ഉയർത്തി വച്ചിട്ടുണ്ട്, എടുത്തു വച്ചിട്ടുണ്ട്. കാരണം ഈ സ്ഥലങ്ങളിലൊന്നും നരേന്ദ്രമോദിക്ക് പോകേണ്ട തന്നെ ആവശ്യമില്ല. അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാർ മതി ഓരോ തവണയും ഭരണം പിടിക്കാൻ. അത് യോഗിയായാലും ഇനി ഇങ്ങോട്ട് അണ്ണാമലയായാലും അല്ലെങ്കിൽ ഹിമന്ത ബിശ്വ ശർമ്മയായാലും ഓരോ നേതാക്കന്മാരും അതിന് പ്രാപ്തരാണ്. അണ്ണാമലയും അതിന് പ്രാപ്തമായിട്ട് മാത്രമേ തമിഴ്നാട്ടിലെത്തുള്ളൂ. അതുകൊണ്ട് അടുത്ത ഭരണം അണ്ണാമലയായിരിക്കും. അടുത്ത കാലുകുത്തുമ്പോൾ 2031 തീർച്ചയായും തമിഴ്നാട് ഭരിക്കുന്നത് അണ്ണാമലൈ തന്നെയായിരിക്കും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.